മക്കളെ വളർത്തി അവരുടെ കൊച്ചുമക്കളെ വളർത്തുവാനായിട്ട് എല്ലാ കൊച്ചുമക്കളെയും വളർത്തിയത് ഞങ്ങളുടെ ഈ മാതാവാണ്. വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഇത്രയും നാളും വളർത്തി ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളുടെ പ്രിയ മാതാവ് ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നത് ഞങ്ങൾക്ക് വളരെ വേദനയും ഞങ്ങൾക്ക് വളരെ ദുഃഖം ഉണ്ട്. എന്നാൽ ദൈവത്തിന് സമയമായപ്പോൾ ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. മാതാവിൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് ദേശത്ത് വാർത്ത വിശ്വസിയാതിരിക്കുക, യഹോവയെ തന്നെ നിരസിച്ചുകൊള്ളു, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ തരുമെന്ന് മാതാവ് എപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ദേശത്ത് പാർത്ത് ദൈവത്തിൻ്റെ ദൈവദാസന്മാർ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്രയും ദൈവദാസന്മാർ ഈ പറഞ്ഞ വാക്കുകളൊക്കെയും ഞങ്ങളുടെ മാതാവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒട്ടും അനർത്ഥമല്ല. അതെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. പ്രിയ മാതാവ് ഞങ്ങൾക്ക് എന്നും നല്ലൊരു മാതാവായിട്ട് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ദൈവം ഞങ്ങൾ നടത്തി. ഈ കഴിഞ്ഞ അസുഖം വന്ന് കിടക്കുമ്പോഴും തന്നെയും ഞങ്ങളുടെ മാതാവ് 2 പ്രസംഗം എഴുതി ഡയറിക്ക് കൊടുത്തിട്ട് ആ പ്രസംഗത്തിൻ്റെ ഫസ്റ്റ് മേടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥന മാത്രമല്ല, പ്രസംഗം ഞങ്ങൾ ജമിക്കും, അതുപോലെ തന്നെ ജെയ്സനൊക്കെയും വൈക്വിസിക്കൊക്കെ പ്രസംഗം എഴുതി കൊടുക്കുന്നത് ഞങ്ങളുടെ മാതാവായിരുന്നു. അങ്ങനെ ആത്മീയ കാര്യത്തിൽ ഇങ്ങനെ നിശബ്ദമായി കിടന്നുവെങ്കിലും വളരെ അറിവിൻ്റെ ഒരു ഉടമയായിരുന്നു ഞങ്ങളുടെ മാതാവ്. ഈ മാതാവ് ഞങ്ങളെ വിട്ട് കടന്നുപോയി ഞങ്ങൾക്ക് വലിയൊരു വിടവാണ്. എന്നാൽ സർവശക്തവനായ ദൈവം ആ വിടവ് നികത്തുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയിക്കുന്നു. പ്രിയ തമ്പിച്ചായൻ ഈ കഴിഞ്ഞ അമ്മ മരിച്ചു കിടക്കുമ്പോൾ വെളുപ്പിൻ്റെ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തമ്പിച്ചാൻ എവിടെ ദൂരയാത്ര പോകുമ്പോഴും എന്നെ വിളിക്കുക. പല ദിവസങ്ങളും എവിടെ ഈ ദൂരയാത്ര പോകുമ്പോഴും ഇവിടെ കടന്നു വന്ന് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ പ്രാവശ്യം ഈ മരിച്ചതിൻ്റെ അന്ന് വെളുപ്പിന് 4 മണിക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് മരിച്ചു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ തമ്പിച്ചാൻ വളരെ ഞങ്ങളുടെ കുടുംബത്തോട് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പ്രിയ തമ്പിച്ചാൻ്റെ അസാന്നിധ്യം ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ബിജുവിനെ വിളിക്കുവാനായിട്ട് ബിജു തമ്പി, തീർച്ചയായിട്ടും ഞാൻ ബിജു തമ്പി ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നു, മിനിഞ്ഞാന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് മിനിഞ്ഞാന്ന് തിരിച്ച് ബോംബെക്ക് പോയി ഇന്ന് വീണ്ടും ഇതിനു വേണ്ടി മാത്രം ബോംബെയിൽ നിന്ന് കടന്നു വന്നതാണ്. പ്രിയ ബിജുവിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ന്യൂവിൻ്റെ ദേവസഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ TM കുരുവിള അവർ ഇന്നത്തെ ശുശ്രൂഷ ചെയ്യുവാൻ വളരെ ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥതയുള്ള കർത്താവിന്റെ ദാസൻ ഇന്ന് ശുശ്രൂഷ നടത്തുവാനായിട്ട് കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ന്യൂവിൻ്റെ ദേവസഭയുടെ എല്ലാ സീനിയർ സെൻട്രൽ പാസ്റ്റർമാരും ഇന്ന് കടന്നു വന്നുള്ള അനേക ദൈവദാസന്മാർ, ഞാൻ പേരെടുത്ത് പറയുന്ന സമയക്കുറവുകളുണ്ട്, എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ ഇത്രയും വളർത്തിയ യങ് പീപ്പിൾ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ സഹപ്രവർത്തകർ, ഞങ്ങളോട് ഒന്നിച്ച് ആയിരുന്ന എല്ലാ സഹപ്രവർത്തകരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ വിവിധ നിലയിൽ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അതുപോലെ ഞങ്ങളുടെ ബന്ധുമിത്രാർത്ഥികൾ, ചർച്ചക്കാർ, സ്നേഹിതരായിട്ട് ഞങ്ങളുടെ ചുറ്റുപാടുമായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയുവാനായിട്ട് ഒരൊറ്റ ദിവസം പോലും ഒരാൾ പോലും വരാത്ത ദിവസങ്ങൾ ഞങ്ങളുടെ വീട്ടിലില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയുന്ന 50-100 ആൾക്കാരാണ് ഒരു ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഞങ്ങളുടെ മാതാവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്നുകൊണ്ടിരുന്നത്. ഒറ്റ ദിവസം പോലും ഈ മരിക്കുന്നതിൻ്റെ അന്ന് തന്നെ ഒരു 6-7 പേര് വന്ന് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്ത ഈ ദേശത്തിലെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിൽ, അതുപോലെ ഞങ്ങളുടെ ചെക്കുമൂട്ടിലെ ഫാമിലി, ഞങ്ങൾക്ക് പലരും പറഞ്ഞാണ് സ്നേഹം. ഇവർ പലരും എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന, ആഴ്ചയിൽ 1-2 ദിവസം ഇവിടെ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഞങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിലുള്ളവർ സൺഡേ പലപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റത്തില്ല. സൺഡേയിലാണ് അവർ മമ്മിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോട് ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് സർവകൃപാലുവായ ദൈവത്തിന് മാനവും മഹത്വം. ഇന്നലെ വളരെ ശക്തമായിട്ട് മഴ പെയ്യുമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇന്ന് രാവിലെ 9 മണി വരെ വളരെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. എന്നാൽ സർവകൃപാലുവായ ദൈവം ഇത്രത്തോളം മഴയെ ശാന്തമാക്കി തന്നു. ഇത്രയും പേര് കടന്നു വന്ന് നിങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടും. ആ സമയം ഭൗതിക ശരീരം ഈ മൊബൈൽ മോർച്ചറിയിൽ നിന്നും പെട്ടിയിലേക്ക് മാറ്റുവാനുള്ള സമയമാണ്. ദയവായി ആ ഗേറ്റിൻ്റെ ഭാഗത്ത് കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് നിൽക്കാതെ
അല്പം സ്ഥലം അവിടെ ഒഴിച്ചു കൊടുക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ സ്നേഹമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ ആ കാര്യം ചെയ്യും. ദയവായി നിങ്ങളെല്ലാവരും ഇത്രത്തോളം സമയം ശാന്തമായി നിങ്ങൾ സഹകരിച്ചു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടുന്ന സമയം ഉത്തരവാദിത്തപ്പെട്ടവർ ആ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. நான்
സമാപന ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ശാന്തമായ അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ സ്നേഹത്തോടു കൂടെ ഓർപ്പിക്കുന്നു. ദയവായി ആ ഗേറ്റിന്റെ ഭാഗത്ത് ആളുകൾ കൂടി നിൽക്കരുത്. ഭൗതിക ശരീരം കാണുവാൻ കടന്നു വരുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് ഇവിടെ ദയവായി ആളുകൾ ഈ ഭൗതിക ശരീരത്തിന് ചുറ്റും കൂടി നിൽക്കരുത്. നിങ്ങളുടെ സഹകരണങ്ങൾക്ക് നന്ദി. വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ നമുക്ക് സംബന്ധിക്കാം. ഭവനത്തിൽ വെച്ചുള്ള തുടർന്നുള്ള ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഓർപ്പിച്ചതുപോലെ ഭവനത്തിലുള്ള ശുശ്രൂഷകൾ, സമാപന ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി. എം. കുരുവിള അവറുകളാണ്. കർത്തൃദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ അമ്മണി കൊച്ചമ്മയുടെ ഭൗതിക ശരീരത്തിൻ്റെ സംസ്കരണ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ദൈവമക്കൾ, ദേശനിവാസികൾ, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. മനുഷ്യൻ ഏറ്റവും വെറുക്കുന്ന, അപ്പോൾ തന്നെ ഒഴിവാക്കാൻ കഴിയാത്തതുമായ ഒരു വസ്തുതയാണ് മരണം എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചേ മതിയാകിയുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം ആധികാരികമായി പ്രസ്താവിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ മാറ്റം വരുത്തുവാൻ കഴിയാത്ത, നീക്കം വരുത്താൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത്. ആ നിലയിൽ വത്സന്റെ മാതാവും ഏതാണ്ട് 69 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ ആയുസ് തികഞ്ഞ സമയത്ത് ഇവിടെ കയറി വരിക എന്നുള്ള ആത്മാക്കളുടെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വത്സന്റെ മാതാവ് ചേർക്കപ്പെടുവാനിടയായി. വത്സന്റെ മാതാവിനെ സംബന്ധിച്ച് വളരെ നല്ല ഓർമ്മകൾ ഇവിടെ എനിക്ക് മുൻപായി സംസാരിച്ച ഓരോ വ്യക്തികളും പങ്കുവെക്കുവാനിടയായി തീർന്നു. സഹോദരൻ ബിജു ഇവിടെ ഓർപ്പിച്ചതുപോലെ തന്നെക്കുറിച്ച് ഇവിടെ സംസാരിച്ച ഒരൊറ്റ വാക്കുപോലും മുഖസ്തുതിയോ അധികപ്പറ്റോ അല്ല, സത്യവും വസ്തുതാപരവുമായ യാഥാർത്ഥ്യങ്ങളാണ്. ചെകുമുട്ടൽ കുടുംബവുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം പറഞ്ഞാൽ, അവർ വിശ്വാസത്തിൽ വന്നപ്പോൾ തുടങ്ങിയ ഒരു ബന്ധമല്ല ആ വത്സന്റെ ഭവനവുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധം. എനിക്ക് ഓർമ്മയായ നാള് മുതൽ ബന്ധപ്പെട്ട ഒരു കുടുംബമാണ് ചെകുമുട്ടൽ കുടുംബം എന്ന് പറയുന്നത്. ബിജുവിൻ്റെ പിതാവ്, തൻ്റെ പിതാവിൻ്റെ സഹോദരന്മാർ, ബാക്കിയുള്ളവരിവിടെ ഇരിപ്പുണ്ട്. അവരിലെ പ്രിയ കുഞ്ഞവറാച്ചായൻ, അതുപോലെ ചാക്കോച്ചായൻ, മാത്തുക്കുട്ടിച്ചായൻ, ഇവരൊക്കെ എൻ്റെ പിതാവിൻ്റെ സ്നേഹിതന്മാരായിരുന്നു. ആ നിലയിലുള്ളതായിരിക്കുന്ന സ്നേഹവും ബഹുമാനവും എനിക്ക് അവരോടുണ്ട്. അവരുടെ ഇളയ സഹോദരൻ കുരുവിള എൻ്റെ സ്നേഹിതനാണ്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരാണ്. ചെറിയ ക്ലാസ് മുതൽ SSLC കഴിയുന്നത് വരെയുള്ള കാലഘട്ടം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. പേരുകൊണ്ടും ഞങ്ങൾ ഒരേ പേരുകാർ തന്നെയാണ്. ഇനിഷ്യലിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ ആ കുടുംബവുമായിട്ട് എൻ്റെ കൊച്ചു പ്രായം മുതൽ ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ദൈവം അവസരം തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയ തോമാച്ചായൻ്റെ മരണശേഷം അവർ മലയിൽ താമസിക്കുവാനായിട്ട് വന്നു. അതിനടുത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ് എൻ്റെ കുടുംബം. അപ്പോൾ ആ കുടുംബവുമായിട്ട് ഒന്നുകൂടെ അടുത്ത് ബന്ധപ്പെടുവാനുള്ളതായിരിക്കുന്ന അവസരം ദൈവം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വളരെ ഇടയെടുപ്പമുള്ളതായിരിക്കുന്ന ഭൗമികവും ആത്മികവുമായിരിക്കുന്ന ഒരു ബന്ധം ഈ വത്സന്റെ ഭവനുമായിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് എടുത്തു പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പ്രിയ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇന്ത്യ ദൈവസഭയുടെ പുത്രികാ സംഘടനയായിരിക്കുന്ന യങ് പീപ്പിൾസ് ക്രിസ്ത്യൻ അസോസിയേഷൻ അഥവാ YPCAയുമായിട്ടുള്ള ആ ബന്ധത്തിൽ വളരെ അടുത്തതായിരിക്കുന്ന ഒരു ആത്മിക ബന്ധം അതുമായിട്ടും പുലർത്തുവാനായിട്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇങ്ങനെ
പല നിലകളുള്ളതായിരിക്കുന്ന ബന്ധങ്ങൾ. അതെല്ലാം എടുത്ത് ആവർത്തിച്ച് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് പലതും ഒരു പക്ഷെങ്കിൽ ഒരു ആവർത്തന വ്യത്യസ്തത പോലെ കേൾവിക്കാർക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ അങ്ങനെ വിടുകയാണ്. സമയത്തിൻ്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. ഈ തെളിവിൽ ഈ ഭൗമിക ശരീരവുമായിട്ട് ശ്മശാനത്തിലേക്ക് പോകുവാനുള്ളതായിരിക്കുന്ന തിടുക്കം ഞങ്ങളുടെയും ഹൃദയത്തിലുണ്ട്. അടുത്ത മഴയ്ക്ക് മുൻപ് ബാക്കിയുള്ള ശുശ്രൂഷകളെല്ലാം ഭംഗിയായി നിവർത്തിക്കണം എന്ന് കർത്താവിൽ താല്പര്യപ്പെടുന്നത് കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ വാക്കുകൾക്ക് വിരാമം വിടുവാൻ ഞാൻ നിർബന്ധിതനാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ ഓർപ്പിച്ചതുപോലെ മരണം നമ്മളെല്ലാവരും വെറുക്കുന്നതായിരിക്കുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ വി ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എവിടെ വെച്ചോ എങ്ങനെയോ ഏതോ ഒരു തരത്തിൽ നമ്മൾ അതിനെ നേരിട്ടേ മതിയാകുകയുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ഗോഡ് ടു ഓൾ മെൻ. സകല മനുഷ്യർക്കായും ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു നൈതികമായ നിയമനമാണ്. മരണത്തെ നാം വെറുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ചോദിക്കും, ബാക്കിയുള്ളതായിരിക്കുന്ന ആളുകൾ മരിക്കുന്നില്ലേ, അവർക്ക് മരണം ആവശ്യമില്ലേ എന്നുള്ളതായിരിക്കുന്ന കാര്യം. അതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു വിശ്വാസി എന്നുള്ളതായിരിക്കുന്ന പദം ഏറ്റെടുത്ത് പറയുവാനായിട്ടുള്ള പ്രത്യേകമായിരിക്കുന്ന കാരണം. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് ഒരു ദൈവവചനത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനേക ദൈവികമായ വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ പലതും ഈ ഭൂമിയിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്നതായ താൽക്കാലികമായ ദൈവിക വാഗ്ദത്തങ്ങളും അതിലെ നന്മകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ഈ മരണത്തിന് ശേഷം, ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷമുള്ളതായിരിക്കുന്ന ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ചില ആത്മിക വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അനുഭവിച്ച് തീർന്നു പോകുന്ന ഒന്നല്ല, നിത്യത മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന അവൻ്റെ അവസ്ഥയ്ക്ക് ആ സ്ഥിതിയെ പ്രാപിക്കുവാനോ അതിലെത്തിച്ചേരുവാനോ കഴിയുകയില്ല എന്ന വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ we are called to attain the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തെ അവകാശമാക്കുവാൻ, അതിനെ ലഭ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാനുള്ളതായിരിക്കുന്ന ദൈവിക വിളി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ അനിവാര്യമായിരിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മരണം ലാഭക്കച്ചവടമായിരിക്കുമ്പോൾ ഒരു അവിശ്വാസിയുടെ ജീവിതത്തിൽ മരണം ഒരു നഷ്ടക്കച്ചവടമാണ് എന്നുള്ള കാര്യം മറക്കരുത്. കാര്യം നിത്യതയിൽ കർത്താവിനോടുകൂടെയുള്ളതായിരിക്കുന്ന അവന്റെ നിത്യവാസം അവന് നഷ്ടപ്പെടുവാനുള്ളതായിരിക്കുന്ന അവസരമാണ് അതിൽ കൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ നഷ്ടം എന്നുള്ളതായിരിക്കുന്ന കാര്യം എടുത്തു പറയുവാനുള്ളതായിരിക്കുന്ന കാരണം. കർത്താവിന് സ്തോത്രം. എന്താണ് ഒരു മരണത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭ്യമാകുന്നതായിരിക്കുന്ന പ്രയോജനങ്ങൾ, അവസരങ്ങൾ, സാധ്യതകൾ എന്താണ്? ഒന്നാമതായി ഈ താഴ്ചയുള്ളതായിരിക്കുന്ന ശരീരം, അതിന്റെ താഴ്ചയുടെ അവസ്ഥ മാറി, അതിന്റെ താൽക്കാലിക അവസ്ഥ മാറി, അതിന്റെ നിത്യത്വം പ്രാപിക്കുവാൻ അതിൽ കൂടെ ഇടയായി തീരുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. അവിടെ പ്രാകൃതം എന്നുള്ളതായിരിക്കുന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് വികൃതം എന്നുള്ളതായിരിക്കുന്ന അർത്ഥത്തിലോ ആശയത്തിലോ അല്ല, മറിച്ച് ബിലോങ്സ് ടു ദിസ് കോസ്മോസ്. ഈ ലോകത്തോട് ബന്ധപ്പെട്ടത്, ഈ ഭൂമിയിൽ നിന്ന് എടുത്തത്, ഈ സിസ്റ്റത്തോട്, ഈ സംവിധാനത്തോട്, ഈ പ്രകൃതിയോട് ബന്ധപ്പെട്ടത് എന്നുള്ളതായിരിക്കുന്ന അർത്ഥത്തിലാണ് അവിടെ പ്രാകൃതം എന്നുള്ളതായിരിക്കുന്ന പദം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചില നാളുകളായി രോഗാതുരമായിരിക്കുന്ന ഒരു ശരീരമായി, ശയ്യാവലംബയായി കിടന്ന ഒരു വാത്സല്യ മാതാവിന്റെ ഭൗമിക ശരീരമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വെളിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആരെങ്കിലും നോക്കിയതിന് ശേഷം ഈ മൃതശരീരത്തിലേക്ക് നോക്കിയാൽ ആ ആള് തന്നെയാണോ ഈ ആള് എന്ന് ചിന്തിക്കത്തക്ക നിലയിലുള്ളതായിരിക്കുന്ന മാറ്റം തന്റെ ശരീരത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഈ വികൃതമാക്കപ്പെട്ടതുപോലെ കിടക്കുന്നതായ ഈ ശരീരം ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്ന ഒരു സ്വർഗീയ ശരീരത്തിന്റെ, ഒരു ശരീരത്തിന്റെ വിത്താണ് ഇവിടെ കിടക്കുന്നത്. കർത്താവിന് സ്തോത്രം. മരിച്ചു എന്നുള്ളത് കൊണ്ട് അടക്കുവാൻ പോകുകയല്ല, മറിച്ച് ക്രിസ്തീയ വിശ്വാസ പ്രകാരം നമ്മുടെ വാഗ്ദത്തം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം ഇതിൽ നിന്ന് ഒരു സ്വർഗീയ ശരീരം ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതിന് വേണ്ടി ഇതിനെ നമ്മൾ അടക്കം ചെയ്യുവാനായിട്ട് പോകുകയാണ്. പറയട്ടെ, കാഹളം ധ്വനിക്കുമ്പോൾ അനേക വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അതേ വളരെ തേജസ്സുറ്റതായിരിക്കുന്ന ഒരു ശരീരത്തിൽ ഈ വാത്സല്യ മാതാവ് പുനരുത്ഥാനം പ്രാപിച്ചു വരുമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തിലല്ല, ഉറപ്പോടും വിശ്വാസത്തോടും
കൂടെയാണ് ഇതിനെ അടക്കം ചെയ്യുവാൻ പോകുന്നത്. വീട്ടിൽ ജന്മം പ്രാപിച്ച സകല ഭക്തന്മാരുടെയും ഹൃദയത്തിൽ ആ ബോധ്യമുണ്ട്, ആ നിശ്ചയമുണ്ട്, ആ ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ ഉറപ്പിന്റെ അടിസ്ഥാനം? എന്താണ് ആ നിശ്ചയത്തിന്റെ അടിസ്ഥാനം? അത് മറ്റൊന്നുമല്ല, അത് വാഗ്ദത്തം ചെയ്തവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ എന്നേക്കും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു എന്നല്ല അവൻ പറഞ്ഞത്. ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന് എത്തിപ്പിടിക്കുവാൻ കഴിയാതെ, രോഗത്തിന് എത്തിപ്പിടിക്കുവാൻ കഴിയാതെ, ലോകത്തിലെ സംവിധാനങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ, സ്തോത്രം, അവൻ എന്നേക്കും ജീവിക്കുന്നവനായിരിക്കുന്നത് കൊണ്ട് അവനിൽ പ്രത്യാശയോടെ മരിക്കുന്ന സകല ഭക്തന്മാരും പുനരുത്ഥാനം പ്രാപിച്ചു വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കർത്താവിന് സ്തോത്രം. മറ്റൊരു കാര്യം കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾ വിരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം പറയട്ടെ. ഇന്നലെ പകൽക്കാലം സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചില വാക്കുകൾ ഉറപ്പിച്ച് അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ തിടുക്കത്തോടെ ഞാൻ പറയട്ടെ, ഈ താഴ്ചയുള്ള ശരീരത്തിന് രൂപാന്തരം പ്രാപിച്ച കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ഒരിക്കലും സാധ്യമാകയില്ല. മരുരൂപമലയിലെ അനുഭവം നമ്മൾ നോക്കുമ്പോൾ യേശുവിനോട് കൂടെ സഞ്ചരിച്ചുകൊള്ളുന്ന ശിഷ്യന്മാർ ഇപ്പോൾ യേശു മരുരൂപമലയിൽ ഇരിക്കുന്ന വേളയിൽ അവൻ മറുരൂപപ്പെടുമ്പോൾ, അവന്റെ തേജസ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അവന്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ അവർ ബോധരഹിതരായി താഴെ വീഴുകയാണ്. സ്തോത്രം. യാത്ര യേശുവിനോട് കൂടെയാണെങ്കിലും ബന്ധം യേശുവുമായിട്ടാണെങ്കിലും യേശുവിന്റെ അവസ്ഥാ വ്യത്യാസം അവിടെ വെളിപ്പെട്ടപ്പോൾ അത് താങ്ങുവാനുള്ളതായിരിക്കുന്ന പ്രാപ്തി, അത് ഉൾക്കൊള്ളുവാനുള്ളതായിരിക്കുന്ന കഴിവ് ആ ശരീരത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, എന്തുകൊണ്ടൊരു വിശ്വാസി മരണത്തിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകണം? കോടാനുകോടി വിശുദ്ധന്മാരുമായി വാനഗോളങ്ങളെ താണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ അവന്റെ മുൻപിൽ ധൈര്യത്തോടെ ഒരു ദൈവത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ശാരീരിക അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചേ മതിയാകുള്ളൂ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കണം. അതിന് മരണം അവന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. രോഗത്തിന് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത, മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത, താൽക്കാലികതയ്ക്ക് പരിമിതിപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു നിത്യാവസ്ഥ പ്രാപിക്കുവാൻ നമ്മുടെ വാത്സല്യ മാതാവ് ആ ഉയർപ്പിൻ ദിനത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള ആ പ്രത്യാശയിൽ, ആ സന്തോഷത്തിൽ, ആ ഉറപ്പിൽ, ആ നിശ്ചയത്തിൽ ഈ ഭൗതിക ശരീരത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് സംസ്കരിക്കാം. കർത്താവിന് സ്തോത്രം. പറയട്ടെ, ഇന്ന് ഇവിടെ ദൈവദാസന്മാർ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ പലരും ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വാത്സല്യ മാതാവിനെ കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകൾ, ദൈവവചനത്തിൽ പറഞ്ഞ ഓരോ സത്യങ്ങൾ നിങ്ങളുള്ള ബന്ധത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കിയാട്ട് അത് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം യാഥാർത്ഥ്യമായിരിക്കുന്നു. മരണം ചിലർക്ക് മാത്രമുള്ളതല്ല, ആർക്കും. ഈ പ്രസംഗിക്കുന്ന ഞാനാണോ അടുത്തു പോകുന്നതെന്ന് ആരറിഞ്ഞു? കേൾക്കുന്ന നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളാണോ അടുത്തു പോകുന്നതെന്ന് ആരറിഞ്ഞു? സ്നേഹിതരെ, ഇറ്റ്സ് ഫോർ ഓൾ. ഇതെല്ലാവർക്കും വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഇതിൽ നിന്ന് ആരും എക്സ്ക്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവരായി ജീവിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞ വാചകം ഞാൻ ഇവിടെ ആവർത്തിക്കട്ടെ. If a person is not prepared for his death, he has no right to live in the world. ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കപ്പെട്ടവനല്ലെങ്കിൽ, കരുതലുള്ളവനല്ലെങ്കിൽ, ഒരുക്കമുള്ളവനല്ലെങ്കിൽ, ചിന്തയുള്ളവനല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യനായി ജീവിപ്പാൻ അവൻ അവകാശമില്ല. മനുഷ്യനായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ അവന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ യാത്രയിലോ വീട്ടിലോ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഇരിക്കുമ്പോഴോ എവിടെയോ ഏതോ സമയത്ത് നമ്മളിലേക്ക് കടന്നു വരുന്ന കർത്താവിന് സ്തോത്രം ഒന്നാണ് മരണമെന്ന് പറയുന്നത്. ഒരു കലാപരമായ ചിന്തയുള്ള ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർത്തു പോകുകയാണ്. രംഗബോധമില്ലാതെ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കോമാളിയാണ് മരണം. രംഗബോധമില്ല. ഒരു മനുഷ്യന്റെ പ്രായം, അവന്റെ കടപ്പാട്, അവന്റെ ഉത്തരവാദിത്വം, അവൻ ചെയ്യുന്ന ജോലി, അവന്റെ സാഹചര്യങ്ങൾ, ഇതൊന്നും നോക്കാതെ വിട്ടുവീഴ്ചയില്ലാതെ കയറി വരുന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത്. പ്രിയ സ്നേഹിതരെ, ഈ മാതാവ് മാത്രമല്ല അതിന് വിധേയപ്പെട്ടയാള്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതിന് വിധേയപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ആർ യു പ്രിപ്പയർഡ് ഫോർ യുവർ ഡെത്ത്? നിങ്ങളുടെ മരണത്തിന് നിങ്ങൾ തയ്യാറാണോ? അതിനുവേണ്ടി ഒരുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മരണത്തെയും പാതാളത്തെയും ഉയർത്തെഴുന്നേറ്റ കർത്താവുമായി ഒരു ആത്മബന്ധം സ്ഥാപിച്ച ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിനുവേണ്ടി തയ്യാറെടുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശ്വാസത്തെക്കാൾ അടുത്ത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന, നിങ്ങളിൽ പ്രത്യാശ നൽകി തരുവാൻ കഴിയുന്ന
കർത്താവായ യേശു ക്രിസ്തു അടുത്ത നിൽപ്പുണ്ട്. അവൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചെയ്തു തരണം. മറ്റൊന്നും നിങ്ങൾ പറയണ്ട. ഈ വാത്സല്യ മാതാവിന്റെ മുഖത്ത് കാണുന്ന ആ പ്രത്യാശ, ആ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ കർത്താവെ എനിക്ക് നൽകി തരണമേ. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. അത് അങ്ങയോടുകൂടെ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അശുദ്ധികളെ എന്നിൽ നിന്ന് മാറ്റണമേ, നിന്റെ പൈതലായി എന്നെ സ്വീകരിക്കണമേ എന്ന് അടുത്തിരിക്കുന്ന ആളറിയണ്ട. നിന്റെ ഹൃദയം കൊണ്ട് നീ ഒരു വാക്ക് ദൈവത്തോട് പറ. പിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ആ യേശു മതിയായവനാണ്. കർത്താവിന് സ്തോത്രം. വാത്സല്യ മാതാവിന്റെ വിടവ് ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ സർവശക്തനായ ദൈവം നികത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ ദൈവം കെട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവ്വവല്ലഭനായ ദൈവം എല്ലാവിധ ആശ്വാസങ്ങളാലും അനുഗ്രഹങ്ങളാലും പ്രിയപ്പെട്ടവരെ നിറയ്ക്കട്ടെ, ദുഃഖിതരെ ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ദൈവസഭയുടെ ദൈവമക്കളുടെ എല്ലാവിധ പ്രത്യാശയും ആശ്വാസവും ഈ ഭവനത്തിന്മേൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയോടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി. തോമസ് അവர்கள் മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. 69 കൊല്ലം വിശ്വസ്തയോടെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിൻ്റെ കൽപ്പന അനുസരിച്ച് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയൊക്കെ കണ്ട് വിശ്വസ്തയായി നല്ല പോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത വാത്സല്യ മാതാവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, സംസ്കാര ശുശ്രൂഷ വളരെ മാന്യമായി നടത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. തുറന്ന് സെമിത്തേരിയിലേക്ക് കടന്നു പോകുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ കുടുംബവിശ്വാസികളെ, കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ ദൈവം ആശ്വസിപ്പിക്കണം. ദൈവദാസന്മാരായി വന്നവർക്കായി സ്തോത്രം. സെമിത്തേരിലെ ശുശ്രൂഷയും അനുഗ്രഹമാക്കി ആമേൻ. ഈ മാതാവ് ദേവിച്ച ദൈവത്തെ സേവിപ്പാൻ അനേകർ തീരുമാനമെടുക്കുന്ന ദിവസമാക്കി തീർക്കണമേ. ഞങ്ങളുടെ വഴിയാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വരവിനായി ഇവിടെ വന്ന എല്ലാവരെയും ഒരുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. നിത്യാനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ ബലിയുടേനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നടത്തിക്കും പരിപാലനവും നാം എല്ലാവരുടെ മേലും വിശേഷ ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തിൻ്റെ മേലും തുടർന്നുള്ള ശുശ്രൂഷയുടെ മേലും ഇന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയുള്ള ശുശ്രൂഷകൾ അവസാനിക്കുകയാണ്. ഇനി ഭൗതിക ശരീരം കാണുവാനായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള അവസരമാണ്. ദയവായി കണ്ട പ്രിയപ്പെട്ടവർ ആ ഗേറ്റിൻ്റെ ഭാഗത്ത് കൂടി നിൽക്കാതെ കാണുവാനുള്ളവർക്ക് അവസരം നൽകുവാൻ ഓർപ്പിക്കുന്നു. അതിനുശേഷം കൊയറൊരു പാട്ട് പാടുന്ന സമയം ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് മാതാവിന് അന്ത്യചുംബനം നൽകി വിട ചൊല്ലുവാനുള്ള സന്ദർഭമാണ്. തുടർന്ന് ഭൗതിക ശരീരം തൈമറോക ന്യൂ ഇന്ത്യ ദൈവസഭയുടെ സെമിത്തേരിയിൽ പ്രത്യാശയോടെ നാം സംസ്കരിക്കുന്നതാണ്. ഈ യാത്രയുടെ ക്രമീകരണത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നു. ഇവിടെ നിന്നും ഇതിൻ്റെ ഏറ്റവും അടുത്ത ഇടത്തേക്കുള്ള വഴിയിലൂടെ നാം മുൻപോട്ട് പോയി കല്ലൂർക്കുളം ജംഗ്ഷൻ വഴി സെമിത്തേരിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നതാണ്. ഏറ്റവും മുൻപിൽ ഗായക സംഘം പോകും. അതിനുശേഷം ഇരുചക്ര വാഹനങ്ങൾ റോഡ് ബ്ലോക്ക് ആകാത്തതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ ഭൗതിക ശരീരം വഹിച്ചുള്ള ആംബുലൻസ് പോകും. ഏറ്റവും പുറകിലായിട്ട് 4 ചക്ര വാഹനങ്ങൾ പോകണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അല്ലാത്ത പക്ഷം റോഡ് ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഏറ്റവും മുമ്പിൽ ഗായക സംഘം പോകും. അതിൻ്റെ ശേഷം ഇരുചക്ര വാഹനങ്ങൾ, അതിൻ്റെ പുറകിൽ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോകും. അതിൻ്റെ പുറകിൽ മാത്രമേ വാഹനങ്ങൾ പോകാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം പാട്ട് പാടുന്ന സമയം മൃതദേഹം കാണുവാനുള്ള പ്രിയപ്പെട്ടവർക്ക് അവസരമുണ്ട്. അവസാനമായിട്ട് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം നൽകി വിട ചൊല്ലാവുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.
മണ്ണിൽ
സ്വന്ത കണ്ണാൽ തന്നെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയെ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയെ പ്രദീപമേ. ദയവായി ശ്രദ്ധിച്ചാട്ടെ. ചുംബനം കൊടുത്തവർ അവിടെ കൂടി നിൽക്കരുത്. വേഗത്തിൽ നിങ്ങൾ വാഹനങ്ങളിലേക്ക് കയറുവാനായിട്ട് ഓർപ്പിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമാകുന്നു. വളരെ വേഗത്തിൽ നമുക്ക് സെമിത്തേരിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി ചുംബനം കൊടുത്തവർ ഇവിടെ കൂടി നിൽക്കരുത്. ദയവായി ഗേറ്റിന്റെ ഭാഗത്ത് റോഡിൽ നിൽക്കുന്നവർ വേഗത്തിൽ വാഹനത്തിലേക്ക് കയറുവാനായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സഹകരണങ്ങൾക്ക് നന്ദി. ദയവായി ശ്രദ്ധിച്ചട്ടെ. ആ ഗേറ്റിന്റെ ഭാഗത്ത് കൂടി നിൽക്കുന്നവർ, കണ്ടവർ, അന്ത്യചുമനം കൊടുത്തവർ വേഗത്തിൽ വാഹനങ്ങളിലേക്ക് കയറുവാനായിട്ട് ഓർപ്പിക്കുന്നു. നിറഞ്ഞ ലോകമേ നിന്നിൽ ഞാൻ ഒന്നു മറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ ഞാൻ ഒന്നു മറയട്ടെ. കണ്ണീരയ്ക്കും മഴ നേരത്തിൽ എത്തും ഞാൻ ബയൂല തീരത്തിൽ. കണ്ണീരയ്ക്കും മഴ നേരത്തിൽ എത്തും ഞാൻ ബയൂല തീരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്വേനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്വേനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയെ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയെ പ്രദീപമേ. മേഘം പൊങ്ങിത്താണുന്നേ നിത്യകൂടാരത്തിൽ ചേരാം. മേഘം പൊങ്ങിക്കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാം. ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. കണ്ടിടും കണ്ടിടും പ്രിയനെ കണ്ടിടും അന്വേനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ കണ്ടിടും അന്വേനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയെ പ്രദീപമേ.
സുപ്രഭാതം